ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ വീക്ക്ലി വ്ളോഗൊക്കെ ഇട്ടില്ലേ ഫാദേഴ്സ് ഡേയുടെ അന്ന്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പാത്തു പറഞ്ഞു, നൂനി പാസ്ത ഉണ്ടാക്കി തരുമോ എന്ന്. അപ്പോൾ ഞാൻ വെക്കുന്ന പാസ്ത അവർക്ക് കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഞാൻ അന്ന് വിചാരിച്ച് എന്തായാലും തിങ്കളാഴ്ച സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സർപ്രൈസായിട്ട് പാസ്ത കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് തിങ്കളാണ്. ഇയാബ് സ്കൂളിൽ പോയില്ല. ഇന്നലെ ഒരു വീട്ടിൽ വെച്ച് കളിക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മോന് കുഴപ്പമൊന്നുമില്ല, അവൻ ആക്റ്റീവാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം ഇപ്പോൾ തിളയ്ക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. കിച്ചണിലോട്ട് പോവാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഈ പാസ്തയ്ക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര ഉപ്പിടണേ. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഈ പാസ്ത എല്ലാം കൂടെ തമ്മിൽ ഒട്ടും. അപ്പോൾ അങ്ങനെ ഒട്ടാതിരിക്കാനാണ് ഓയിൽ ഒഴിക്കുന്നത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ വേണം ഒഴിക്കാൻ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് കുക്കാവട്ടെ. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു പാസ്ത വീട്ടിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പാസ്തയാണ്. എല്ലാവർക്കും ഈ പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ റെഡ് സോസും വൈറ്റ് സോസും കൂടെ ഉണ്ടാക്കിയിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അപ്പം മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ ഏതാണോ ആ കളർ പാസ്തയാണത്. പിങ്ക് ആണ് കിട്ടുന്നതെങ്കിൽ പിങ്ക് സോസ് പാസ്ത, ഓറഞ്ച് ആണ് കിട്ടുന്നതെങ്കിൽ ഓറഞ്ച് സോസ് പാസ്ത. അപ്പോൾ എന്തായാലും പാസ്ത കുക്കാവട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇത് കുക്കായിട്ടുണ്ടോ എന്ന്. ഇത് ഓവറായിട്ട് കുക്കായ ശരിയാവില്ല. ആവശ്യത്തിനേ കുക്കാവുക. പക്ഷെ കുക്കായിട്ടില്ല. ഇച്ചിരി വിശപ്പപ്പോൾ ഒരു സ്നിക്കേഴ്സ് കഴിക്കാം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഇതൊരു കിടിലൻ പാസ്ത ആകുമെന്ന്. ആ പ്രതീക്ഷ എനിക്ക് എപ്പോൾ പാസ്ത ഉണ്ടാക്കിയാലും കാണും. പക്ഷെ ഇത്തവണ എനിക്കൊരു ഇച്ചിരി കൂടുതൽ ഓവർ കോൺഫിഡൻസ് ഉണ്ട് ഇതൊരു കിടിലൻ പാസ്ത ആയിരിക്കും. എനിക്ക് സ്നിക്കേഴ്സ് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ സ്നിക്കേഴ്സ് ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമുക്ക് തുറന്ന് വെക്കാവേ. ഓക്കെ, ഇനി എന്തായാലും സെറ്റായി കാണും. നോക്കട്ടെ. കുക്കായിട്ടുണ്ട് കറക്റ്റ്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കുക്കായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു സ്ട്രെയിനറിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ പാസ്തയിലോട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നു. ഇത് അല്ലെങ്കിൽ ഈ പാസ്തയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം. അപ്പോൾ ആദ്യം നമുക്ക് പിങ്ക് സോസ് ഉണ്ടാക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണേ, സൺഫ്ലവർ ഓയിൽ തന്നെ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബട്ടർ വെച്ചും പിങ്ക് സോസ് കുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ വൈറ്റ് സോസിന് ബട്ടറും പിങ്ക് സോസിന് ഈ ഒരു വെജിറ്റബിൾ ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി. അപ്പം ഞാൻ ഈ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുനുകുന അരിഞ്ഞ വെളുത്തുള്ളി, കുനുകുന അരിഞ്ഞ സവാള, എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കണേ. ഇത് 2 തക്കാളി നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് എന്നിട്ട് കുറച്ച് മിക്സിയുടെ ജാറും കഴുകിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ലൂസ് കൺസിസ്റ്റൻസി. അപ്പോൾ അതിരുന്നൊന്ന് കുക്കാവട്ടെ. ഇനി കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഹാഫ് ആവണം. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പം ഇത്രയും വെള്ളം ഇതിനകത്തുണ്ട്. ഈ വെള്ളത്തിന് വറ്റി പകുതിയാവണം. അപ്പോൾ റെഡ് സോസ് വറ്റിയതേ പകുതിയല്ല, പകുതിയുടെ പകുതി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. നേരത്തെ ഈ ഒരു ലെവലിലുണ്ടായിരുന്നു, അതിപ്പോൾ അതേ ഇത്രയായി. അപ്പോൾ ഈ ഒരു ഇത്രയും വറ്റുന്നത് വരെ വെള്ളം ഇങ്ങനെ വറ്റണം. ഇനി കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ. നമുക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ കെച്ചപ്പ് ഇടുന്നത്. മറ്റേ ടിന്നിലെ കെച്ചപ്പ് വാങ്ങിക്കത്തില്ല, കാരണം ഈ ബ്രോസ്റ്റഡൊക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനത്തെ കെച്ചപ്പ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഈ കെച്ചപ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കെച്ചപ്പ് യൂസ് ചെയ്യും. മറ്റേ ബോട്ടിലെ കെച്ചപ്പ് വാങ്ങി വെച്ചാലും പിള്ളേർക്ക് പിന്നെ കെച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരതെടുത്ത് വെറുതെ ഒക്കെ തിന്നും. അതുകൊണ്ടാണ് മെയിനായിട്ട് കെച്ചപ്പ് വാങ്ങിക്കാത്തത്. അപ്പോൾ ഇതിനൊക്കെ ഈ കെച്ചപ്പ് യൂസ് ചെയ്യും. മെയിനായിട്ടുള്ളൊരു സാധനം ഇട്ടില്ല, മറന്നുപോയി. മിക്സഡ് ഹെർബ്സ്. നമ്മൾ ഇങ്ങനത്തെ പാസ്തയ്ക്കൊക്കെ നമ്മളിങ്ങനെ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മിക്സഡ് ഹെർബ്സ് ഇടണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. നോക്കൂ 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 നോക്കിയ നല്ല റെഡ് സോസ്. റെഡ് അല്ല, ഇതൊരു മെറൂൺ സോസ്. എൻ്റെ ഈ ഒരു ഉടുപ്പിൻ്റെയൊക്കെ കളറ് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മളെ പാസ്തയുടെ റെഡ് സോസ്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബട്ടറിൽ. റെഡ് സോസ് നമ്മളെ സൺഫ്ലവർ ഓയിലും, പിന്നെ വൈറ്റ് സോസ് ബട്ടറിലും. അപ്പോൾ ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചു. അപ്പോൾ ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ ആ സമയത്ത് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം 2 ടേബിൾ സ്പൂൺ മൈദ വരും. ഇനി മൈദയിലോട്ട് നമുക്ക് പാലൊഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്യാം. പാലും മൈദയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തില്ലെങ്കിൽ കട്ട ഉണ്ടാവും. കട്ട പിടിച്ച് കിടക്കരുത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ബട്ടറിൽ വേണമെങ്കിലും ഡയറക്റ്റ് മൈദ ഇട്ട് കുക്ക് ചെയ്യാം, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാലും മൈദയും കൂടെ ആദ്യം കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നത്. ബട്ടർ മെൽറ്റ് ആവുന്നുണ്ട്. മെൽറ്റ് ആവുമ്പോൾ നമുക്ക് ഇതൊഴിച്ച് കൊടുക്കാം. അപ്പം അത്രയും നേരം വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം, കട്ടയൊന്നും ഇല്ലാതെ. ബട്ടർ മെൽറ്റായി. ഈ മൈദ പാല് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് പാല് മാത്രമേ ഒഴിച്ചുള്ളായിരുന്നു. ഇതൊരു 500 ml പാലല്ലേ, അപ്പോൾ ആ പാല്, ഒരു പാക്കറ്റ് പാല് ഫുൾ ഒഴിക്കാനേ. പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കാണിച്ചു തരാം.
അപ്പോൾ വൈറ്റ് സോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അടുത്തത് ചീസ് ഇടണേ. നിങ്ങൾക്ക് ഈ ഒരു ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യും. എനിക്കിപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ ചീസ് ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചീസ് ക്യൂബ് ഇടുന്നു. ചീസ് ക്യൂബ് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ ഇരുന്ന് പോകും. പക്ഷേ ഇങ്ങനെ ചീസ് സ്ലൈസ് ആകുമ്പോൾ നമ്മൾ ബ്രെഡിലൊക്കെ വെച്ച് കഴിക്കുമല്ലോ. ഞാനിപ്പോൾ ഒരു 6 ചീസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചീസ് സ്ലൈസ് ആണെങ്കിലും 6 ചീസ് സ്ലൈസ് ഇട്ടാൽ മതി. ഇനി ഈ ചീസും കൂടെ ഇതിലോട്ട് നന്നായിട്ട് മെൽറ്റ് ആവണം. നോക്കിയാൽ നമ്മളെ വൈറ്റ് സോസ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി ചീസൊക്കെ നല്ല മെൽറ്റായി നമ്മളെ വൈറ്റ് സോസ് നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ട്. വൈറ്റ് സോസിൽ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു, അപ്പോൾ വൈറ്റ് സോസിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. വൈറ്റ് സോസിൽ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇടാം, പക്ഷേ പിങ്ക് സോസും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് എരിവ് നോക്കിയിട്ടിടാം, പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പം ഞാൻ എന്തേ നമ്മളെ റെഡ് സോസിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തായിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ എരിവ് കൂടിപ്പോയാലോ, അതുകൊണ്ട് നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നോക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യണേ. ഒരു പീച്ച് പിങ്ക് സോസ് ആയിട്ടുണ്ട്. നോക്ക്, എനിക്കിതൊരു പീച്ചി പിങ്ക് സോസാണ്. നിങ്ങൾക്കിത് ഏത് കളറായിട്ടാണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. സോ ബ്യൂട്ടിഫുൾ. മിക്സ് ചെയ്ത് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കട്ടെ. ഒട്ടും എരിവില്ല. അപ്പോൾ ഒരു ഇച്ചിരി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. ഇനി ഞാൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് എനിക്കിതൊരു പീച്ചി പിങ്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇനി 5 മിനിറ്റ് ഇതൊരു ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കും, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. അപ്പോൾ നമ്മൾ പാസ്ത റെഡി. പാത്തു സ്കൂളിൽ നിന്ന് വന്ന് ഫ്രഷായി. പാത്തു ഇയാബൂടെ സിറ്റ് ഔട്ട് ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്തുവിന് ഈ പാസ്ത കൊണ്ട് കൊടുത്തിട്ട് റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുള്ളൂ. പാത്തുവിന് കൊടുത്തിട്ട് ഇയാബുവിന് കൊടുക്കാം. പിങ്ക് ആണോ പീച്ചാണോ ഈ കളറ്? പീച്ച് കളറാണോ? Thank you, Nani. വെൽക്കം സുന്ദരി. പാത്തുവിന് എപ്പോഴത്തെയും പോലെ പാസ്ത ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ പാസ്ത എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്, എന്തായാലും നല്ലതായിരിക്കുമെന്ന്. എന്തായാലും അത് തെറ്റിയില്ല. നല്ല പാസ്തയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഇങ്ങനെ ഗാർലിക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പം അതൊരു പ്രത്യേക ഫീലാണ്. കൊള്ളാം, നല്ലതായിരുന്നു. പാത്തുവിൻ്റെ ഫീഡ്ബാക്ക് അറിഞ്ഞ ഉടനെ തന്നെ യാബുവിനും പാസ്ത കൊണ്ടുപോയി കൊടുത്ത് അവനും കഴിച്ച്, അവനും ഇഷ്ടപ്പെട്ടു. കഴിച്ചോ? Thank you, Amma. വെൽക്കം മൈ ബേബി. മോന് റൈറ്റ് സൈഡിലാണ് മുറിവ്. ഇത്രയും കവർ ചെയ്ത് കെട്ടിയാൽ മാത്രമേ അതങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കൂ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇന്നലെ ഞായറാഴ്ച കെട്ടിയതാണ്, ഇന്നിപ്പോൾ തിങ്കൾ വൈകിട്ടായി, ഇതുവരെ അത് അഴിഞ്ഞിട്ടില്ല, കുറച്ച് പോലും ഒന്നും അഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ റീഡ്രസ് ചെയ്യാൻ വേണ്ടി ക്ലിനിക്കിൽ കൊണ്ടുപോവുകയാണ്. അപ്പം ഇന്നലെ ഞായറാഴ്ച രാത്രി അവർ കളിക്കുകയായിരുന്നു, മോന് റൂമിൽ നിന്ന് കളിക്കുകയായിരുന്നു. ഞാൻ അവന് ഡിന്നർ കൊടുക്കാനായിട്ട് കിച്ചണിൽ പോയി ഡിന്നർ എടുത്തുകൊണ്ട് വന്ന് ഡൈനിങ് ടേബിളിൽ ഞാൻ ജസ്റ്റ് വന്നപ്പം അവൻ റോക്കറ്റ് സ്പീഡിൽ ഓടുന്നുണ്ടായിരുന്നു. റോക്കറ്റ് സ്പീഡിൽ ഓടിപ്പോയി നമ്മുടെ TV സ്റ്റാൻഡിൻ്റെ സൈഡിലൊരു കോർണറിൽ പോയി ഇടിച്ച് വീണ് ഞാൻ ചെന്ന് നോക്കിയപ്പം നല്ല വേദനിച്ച് കരഞ്ഞ് ബ്ലഡുമായിട്ടിരിക്കുന്നു. അപ്പോഴേ ഞങ്ങൾ ക്ലിനിക്കിൽ കൊണ്ടുപോയി. അപ്പം അവരെ ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ച് അവരിങ്ങനെ സ്റ്റിച്ച് ഇടണം എന്നൊക്കെ പറയും, പക്ഷേ അത് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മുറിവില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഡ്രസ്സ് ചെയ്താൽ മതി, നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രസ്സ് ചെയ്ത്. പിന്നെ അവൻ്റെ അടുത്ത് ഇതെങ്ങനെ സംഭവിച്ചു, കാരണം അവൻ എപ്പോഴും ഓടിക്കളിക്കുന്ന സ്ഥലമാണ്, അപ്പം എങ്ങനെ ഇത് പെട്ടെന്ന് ഉണ്ടായിന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, റൂമിൽ നിന്ന് കറങ്ങിയിട്ട് ഓടിയപ്പം
വീണതാണ്, തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഇടിച്ച് വീണതാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു വീക്ക് സ്കൂളിൽ വിടുന്നില്ല. ഇയാബു നല്ല ആക്റ്റീവാണ്. എപ്പോഴത്തേയും പോലെ അവൻ വീഴുമ്പോഴും എവിടെയെങ്കിലും മുറിയുമ്പോഴും എനിക്കാണ് വിഷമം, അവനേക്കാളും ഞാനാണ് കരയുന്നത്. അപ്പം എല്ലാ തവണത്തെയും പോലെ ഫാദുക്ക പറയും, നമ്മളും ഈ പ്രായത്തിൽ കുറേ വീണിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ മുറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, അപ്പോഴാണ് ഒരു സമാധാനം ഇങ്ങനെ തോന്നുന്നത്. പിന്നെ ഇയാബുവിൻ്റെ ഇങ്ങനത്തെ മുറിവൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇയാബു ഭയങ്കര കുരുത്തങ്ങിട്ട് ഒരു ചെറുക്കനാണെന്ന്. പക്ഷേ അവനങ്ങനെ, എനിക്ക് തോന്നുന്നത് ഈ സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള പിള്ളേരെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അവനങ്ങനെ വലിയ കുരുത്തക്കേടൊന്നും ഇല്ല. ഇച്ചിരി സൈലൻ്റ് ആണ് ആള്. പിന്നെ മോൻ ആക്റ്റീവാണ്. ഞാൻ എല്ലാ ആഴ്ചയും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യും. ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ അതിനൊന്നുമുള്ള ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ ഇപ്പം മൺഡേ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട്, മോനെ ഇറങ്ങി മറിഞ്ഞ് വീഴും. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഇല്ല ഞാനിവിടെ നിന്നോളാം, വീഴത്തില്ല എന്നൊക്കെ പറയുന്നു. ഇയാബു ഇന്ന് പകൽ കുറേ നേരം ഉറങ്ങി, അതുകൊണ്ട് അവന് ഉറക്കം വരുന്നില്ല. അപ്പോൾ ബുക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കിവിടെ ചെറിയൊരു ലൈബ്രറി സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവനൊരു ബുക്ക് എടുത്തു. എന്നിട്ട് ഞാൻ അവന് ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. അപ്പം എൻ്റെ ലനീജ് സ്ലീപ്പിംഗ് മാസ്ക് ആണല്ലോ എൻ്റെ ലിപ് ബാം. ഞാൻ ലിപ് കെയർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം ലിപ് ബാം തീരാറായി. അപ്പം ഞാൻ അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് വരുമായിരിക്കും. അപ്പം ഞാൻ അവൻ രാത്രി ഷീറ്റ് മൂടത്തില്ല. അപ്പം ഞാൻ അവന് സോക്സ് ഇട്ടാണ് കിടത്തുന്നത്. അതാകുമ്പം ഷീറ്റ് മാറിപ്പോയാലും തണുക്കത്തില്ലല്ലോ, സോക്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ മൺഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.